നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ആംപ്ലിഫയർ പെർഫോമൻസ് ആണ്. അതിൽ 3 ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദറ്റ് ഈസ് ഗെയിൻ, സ്റ്റെബിലിറ്റി, ഡീസെൻസിറ്റിവിറ്റി, ദെൻ ഡിസ്റ്റോർഷൻ ആൻഡ് നോയ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഒരു ആംപ്ലിഫയർ വിത്ത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ വി എസ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ആണ്. വി എ എന്ന് പറയുന്നത് ഈ ആംപ്ലിഫയറിൻ്റെ, ദാറ്റ് ഈസ് ആംപ്ലിഫയർ വിത്ത് ഗെയിൻ എ, ദാറ്റ് ഈസ് വിത്തൗട്ട് ഫീഡ്ബാക്ക്, ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടാണ്. എ വി ഐ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. സോ ബീറ്റ എന്ന് പറയുന്ന ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടറാണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വി ഐ ബൈ ഐ ഐ, അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. ദെൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വി എസ് ബൈ ഐ ഐ ആണ്. സോ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആൻഡ് വിത്ത് ഫീഡ്ബാക്ക് വി എസ് ബൈ ഐ ഐ, ആർ ഐ ഓഫ് എഫ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ദെൻ ഈ ഒരു സർക്യൂട്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ എന്ന് പറയുന്നത് വി എസ് മൈനസ് വി എഫ് ആയിരിക്കും. സോ കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് ടു ദ ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു വി എസ് മൈനസ് വി എഫ്. സോ ഇതിൽ നിന്ന് വി എസ് ഈസ് ഈക്വൽ ടു വി ഐ പ്ലസ് വി എഫ് എന്ന് എഴുതാം. വി എഫ് എന്താണ്? വി എഫ് എന്ന് പറയുന്നത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടാണ്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു വി ഐ ഇൻറ്റു ബീറ്റ. എ ഇൻറ്റു വി ഐ ഇൻറ്റു ബീറ്റയാണ് വി എഫ് എന്ന് പറയുന്നത്. സോ എ ബീറ്റ വി ഐ. സോ ഇവിടെ നിന്ന് വി ഐ കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. സോ വി ഐ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് വി ഐയുടെ എക്സ്പ്രഷൻ ഐ ഐ ഇൻറ്റു ആർ ഐ എന്ന് എഴുതാം. സോ ഐ ഐ ഇൻറ്റു ആർ ഐ എന്ന് എഴുതി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ. ഇതിൽ നിന്നും വി എസ് ബൈ ഐ ഐ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വി എസ് ബൈ ഐ ഐ ആണ് ആർ ഐ എഫ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആർ ഐ ഇൻറ്റു എ ബീറ്റ. സോ നമുക്ക് പറയാം ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. സോ വിത്ത് ഫീഡ്ബാക്ക് നമുക്ക് വിത്തൗട്ട് ഫീഡ്ബാക്ക് മൾട്ടിപ്ലൈഡ് വിത്ത് 1 പ്ലസ് എ ബീറ്റ. വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണ് ആർ ഐ എന്ന് പറയുന്നത്. സോ ദാറ്റ് വാല്യൂ ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് a beta. So input resistance is increased by a factor, that is the desensitivity factor 1 plus a beta. നെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ കേസ് നോക്കാം. സോ ഇത് ആംപ്ലിഫയറിൻ്റെ ഡയഗ്രമാണ്. അതിനെ ഇൻറ്റേർണൽ ഡയഗ്രാം വെച്ച് റീപ്ലേസ് ചെയ്തേക്കാണ്. ആർ ഐ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ആർ സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, എ ഇൻറ്റു എ എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് സോഴ്സാണ് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തേക്കുന്നത്. ദെൻ ബീറ്റ ഇസ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വിത്ത് ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ. സോ ആർ സീറോ എന്ന് പറയുന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആയിട്ടും ആർ സീറോ എഫ് എഫ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് ആയിട്ടും നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ദെൻ ഇവിടുത്തെ ഒരു ലൂപ്പ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ, ഇവിടുത്തെ ഒരു ലൂപ്പ് ഇക്വേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ സേ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വി ഐ പ്ലസ് ഐ സീറോ ആർ സീറോ. ഈ ഐ സീറോ ആർ സീറോ പ്ലസ് എ ഇൻറ്റു വി ഐയുടെ ഒരു സം ആയിരിക്കും വി സീറോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഐ സീറോ ഡിഫൈൻ ചെയ്യാം. ഐ സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ബൈ ആർ സീറോ മൈനസ് എ ഇൻറ്റു വി ഐ ബൈ ആർ സീറോ. നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദിസ് ക്യാൻ ബി ഇക്വേഷൻ 1. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു വി എസ് ഇസ് ഈക്വൽ ടു വി ഐ പ്ലസ് വി എഫ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ആൻഡ് ദിസ് വാല്യൂ പുട്ടിങ് വി എസ് ഇസ് ഈക്വൽ ടു 0, വി ഐ ഇസ് ഈക്വൽ ടു മൈനസ് വി എഫ് ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ പുട്ടിങ് വി എസ് ഇസ് ഈക്വൽ ടു 0, വി ഐ വിൽ ബി ഈക്വൽ ടു മൈനസ് വി എഫ്. അത് നമ്മൾ ആ ഇക്വേഷൻ 1-നകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ, ഐ സീറോയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടും. വി സീറോ ബൈ ആർ സീറോ പ്ലസ് എ വി എഫ് ബൈ ആർ സീറോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വി സീറോ ബൈ ആർ ബീറ്റ വി സീറോ ബൈ ആർ സീറോ. കാരണം വി എഫ് എന്ന് പറയുന്നത് ബീറ്റ വി സീറോ ആണ്. എ എഫ് എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ടൈംസ് വി സീറോ ആണ്. സോ ബീറ്റ ടൈംസ് ഇതാണ് വി എഫ്. വി എഫ് ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് വി സീറോ, ഔട്ട്പുട്ട് വോൾട്ടേജ് മൾട്ടിപ്ലൈഡ് വിത്ത് ബീറ്റ, അതാണ് വി എഫ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എ ബീറ്റ വി സീറോ എന്ന് കിട്ടും ബൈ ആർ സീറോ. സോ ഇവിടുന്ന് ഐ സീറോ നമുക്ക് വി സീറോ കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് എ ബീറ്റ ബൈ ആർ സീറോ. ദെൻ വി സീറോ ബൈ ആർ സീറോ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വി സീറോ ബൈ ഐ സീറോ ഡിറ്റർമിൻ ചെയ്യാം. വി സീറോ ബൈ ഐ സീറോ ദാറ്റ് ഈസ് ആർ സീറോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ചെയ്ത് വരും. ആർ സീറോ ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് ആർ സീറോ എഫ് കിട്ടിയേക്കുന്നത് നേരത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കിട്ടിയേക്കുന്നത് പോലെയല്ല. ആർ സീറോ ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 പ്ലസ് എ ബീറ്റ. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്
output resistance is decreased by factor desensitivity factor 1 plus a beta. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. നെക്സ്റ്റ് ബാൻഡ് വിഡ്ത്തിൻ്റെ കേസാണ്. സോ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ അറ്റ് ഹൈ ഫ്രീക്വൻസി ഈസ് റിലേറ്റഡ് ടു മിഡ് ഫ്രീക്വൻസി ഗെയിൻ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിലേഷനാണ്. AH(f) ഈസ് ഈക്വൽ ടു AM/1 പ്ലസ് JF/F2. F2 എന്ന് പറയുന്നത് ഇവിടുത്തെ 3 dB ഫ്രീക്വൻസിയാണ്, അപ്പർ 3 dB ഫ്രീക്വൻസിയാണ്. ലോവർ ഫ്രീക്വൻസി വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തേക്കുവാണ്. സോ ഇത് ഒരു മിഡ് ബാൻഡ് ഗെയിൻ ആണ് AM എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. F2 എന്ന് പറയുന്നത് അപ്പർ 3 dB ഫ്രീക്വൻസി, ഇവിടെ നമ്മുടെ ലോവർ 3 dB ഫ്രീക്വൻസി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേക്കുവാണ്. സോ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദിസ് അപ്പർ 3 dB ഫ്രീക്വൻസി. സോ ഇനി നമ്മൾ നെഗറ്റീവ്, ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മളൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്തുള്ള ഹൈ ഫ്രീക്വൻസി ഗെയിൻ ആണ്. സോ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് വി ക്യാൻ റൈറ്റ് ദ ക്ലോസ് ലൂപ്പ് ഇക്വേഷൻ. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. AF ഈസ് ഈക്വൽ ടു A/1 പ്ലസ് A ബീറ്റ. സോ ഇതാണ് നമ്മുടെ നെഗറ്റീവ് ആംപ്ലിഫയറിൻ്റെ കേസിലുള്ള ക്ലോസ് ലൂപ്പ് ഗെയിൻ. ഇവിടെ നമ്മൾ എയ്ക്ക് പകരം നമ്മൾ ആ ഹൈ ഫ്രീക്വൻസി വാല്യൂ ഗെയിൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ AH(f)/1 പ്ലസ് AH(f) ബീറ്റ. സോ വാട്ട് ഈസ് AH(f)? അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, AM/1 പ്ലസ് JF/F2. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വാല്യൂ നമ്മൾ മെഷർ ചെയ്യുകയാണ്. AH(f) എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു AH(f)ന് പകരം. സോ 1 പ്ലസ് AM/1 പ്ലസ് JF/F2 ഇൻറ്റു ബീറ്റ. ദെൻ ഇതൊന്ന് അറേഞ്ച് ചെയ്യുക. ഈ ഡിനോമിനേറ്ററിൽ വരുന്ന ആ ഒരു ടേം ന്യൂമറേറ്ററിലേക്ക് പോവും. സോ AM/1 പ്ലസ് JF/F2 ഇൻറ്റു ഈ വാല്യൂ 1 പ്ലസ് JF/F2 ഡിവൈഡഡ് ബൈ, ഇവിടെ LCM എടുക്കുമ്പോൾ 1 പ്ലസ് JF/F2 പ്ലസ് AM ബീറ്റ എന്ന് വരും. ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ it will be AM/1 plus JF/F2 plus AM beta. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ടേം കോമൺ ആയിട്ട് എടുക്കാം. 1 പ്ലസ് AM ബീറ്റ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് AM ബീറ്റ എടുത്തു കഴിഞ്ഞാൽ 1 വരും. 1 പ്ലസ് JF/F2 ഇവിടെ അത് എടുക്കണം. സോ 1 പ്ലസ് AM ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം ഈ ഒരു ടേം ഫുള്ളായിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇത് തന്നെ വരും. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ AM/1 പ്ലസ് AM ബീറ്റ അത് ഹോൾ ഡിവൈഡഡ് ബൈ 1. ഇത് രണ്ട് സെയിം റിലേഷൻ തന്നെയാണ്, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഈ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുത്തു. ഈ ഇക്വേഷൻ 2നെ നമ്മൾ 1ഉമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ AM/1 പ്ലസ് JF/F2 ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് AM/1 പ്ലസ് AM ബീറ്റ/1 പ്ലസ് JF/F2. ഇവിടെ AM എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു. AM the feedback causes AM to reduce from AM/1 plus AM beta. ഇക്വേഷൻ 1ൽ ഇവിടെ AM മാത്രമേ ഉള്ളായിരുന്നു, ഇവിടെ വന്നപ്പോൾ AM/1 plus AM ബീറ്റ എന്ന് വന്നു. അതേപോലെ ഡിനോമിനേറ്ററിലെ ടേം വെറും F2 ഉള്ളായിരുന്നു. 1 പ്ലസ് JF/F2 എന്നാണ് ഇക്വേഷൻ 1ലെങ്കിൽ ഇവിടെ അത് F2 ഇൻറ്റു 1 പ്ലസ് AM ബീറ്റ ആയി. സോ നമുക്ക് പറയാം ദ ഫീഡ്ബാക്ക് ആസസ് ദ മിഡ് ബാൻഡ് ഗെയിൻ ടു റെഡ്യൂസ് ഫ്രം AM ടു AM/1 പ്ലസ് AM ബീറ്റ. പക്ഷേ ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ഫ്രീക്വൻസി വാല്യൂ F2ൽ നിന്ന് 1 പ്ലസ് AM ബീറ്റ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ അപ്പർ 3 dB ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ഫ്രം F2 ടു F2 ഇൻറ്റു 1 പ്ലസ് AM ബീറ്റ. ഇതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് പറഞ്ഞു. കാരണം ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നെഗ്ലക്റ്റ് ചെയ്ത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് അവിടെ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം F2 ടു F2 ഇൻറ്റു 1 പ്ലസ് AM ബീറ്റ. സോ due to the effect of negative feedback, the bandwidth increases, അല്ലെങ്കിൽ the upper cutoff frequency value increases, input resistance increases, output resistance decreases, gain stable. സോ ആ ഡീസെൻസിറ്റിവിറ്റി ഫാക്ടറും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിസ്റ്റോർഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ആംപ്ലിഫയർ ഓൺ ആംപ്ലിഫയർ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഓൺ ആംപ്ലിഫയർ പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.